second question. Find the largest number in an array slash list. Okay. The given array of numbers, find the largest number. Input ആയിട്ട് എടുക്കേണ്ടത് ഒരു array slash list. Like ശരിക്കും array എന്നാ പറയുക, ബട്ട് പൈത്തണിൽ അത് ലിസ്റ്റ് ആണ്, ലിസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ലാംഗ്വേജസിലും array ആണ്. പിന്നെ ഓക്കെ, ഇൻപുട്ട് ലിസ്റ്റ് എടുക്കണം ആൻഡ് ഔട്ട്പുട്ട് അതിന്റെ മാക്സിമം നമ്പർ കണ്ടുപിടിക്കണം. സോ 37295 9 ആണ് മാക്സിമം. സോ ആദ്യം നമുക്ക് ടേക്ക് ഇൻ എ ലിസ്റ്റ്. ഓക്കെ, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വുഡ് ബി ഫൈൻഡ് മാക്സിമം ആവൂലെ. ഫൈൻഡ് മാക്സിമം ഇൻസൈഡ് ലിസ്റ്റ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രിന്റ് ഇറ്റ് ഔട്ട്. Print out the max. Okay. So first step, take in a list. എങ്ങനെ നമ്മൾ ഒരു ലിസ്റ്റിനെ ഇൻപുട്ട് എടുക്കുന്നു? ആൻഡ് ഇൻപുട്ട് യൂസ് ചെയ്താൽ എല്ലാ എലമെന്റ്സും ഓർ ലൈക്ക് അത് സ്ട്രിങ് ആയിട്ടാണ് ഇൻപുട്ട് ആകുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട് എങ്ങനെയാണ് ഒരു ഇൻറ്റീജർ ലിസ്റ്റ് ഇൻപുട്ട് ചെയ്യാന്ന്. ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈസിയാണ്. ജസ്റ്റ് ലിസ്റ്റ്. സോ നമ്മൾ മുന്നേ ഇൻറ്റ് പഠിച്ചു. ഈ ഇൻറ്റ് ഫംഗ്ഷൻ എന്താ ചെയ്യാണ്? ജസ്റ്റ് എന്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുന്നു അത് ഇൻറ്റീജറായി കൺവേർട്ട് ആവും. അതേപോലെ തന്നെ ലിസ്റ്റ് എന്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുന്നു അത് ലിസ്റ്റായി കൺവേർട്ട് ആവും. സോ ലിസ്റ്റ്, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാപ്പ് യൂസ് ചെയ്യണു, പിന്നെ ഇൻറ്റ് ആൻഡ് ദ ഇൻപുട്ട് വിത്ത് ഡോട്ട് സ്പ്ലിറ്റ്. ഓൾറൈറ്റ്, ഓക്കെ. അതാണ് നമ്മുടെ ഇൻറ്റീജർ ലിസ്റ്റ്. സോ എന്താണ് സ്പ്ലിറ്റ്, എന്താ മാപ്പ്? ഇൻറ്റ് നമുക്ക് അല്ലെങ്കിൽ അറിയാം, എന്തുള്ളിലിട്ടാലും ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്യും. ലിസ്റ്റും മനസ്സിലായി. ഇൻപുട്ടും നമ്മൾക്കറിയാം. അത് നമ്മൾ ലൈക്ക് കൺസോൾ നമ്മളോടത്ത് ഒരു ഇൻപുട്ട് ഇടാൻ പറയും. സോ അതും പ്രശ്നമില്ല. സ്പ്ലിറ്റ് എന്താ വെച്ചാ, ലെറ്റ്സ് സേ ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ കമന്റ് ചെയ്യാം. എ പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട് വിച്ച് ഇസ് ഹെലോ. ഓൾറൈറ്റ്, ഓക്കെ. എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്പേസ് കൊടുക്കണം. പിന്നെ നമുക്ക് സ്പ്ലിറ്റിന്റെ ഫങ്ഷനാലിറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് യൂസ് പ്രിന്റ് എ ഡോട്ട് സ്പ്ലിറ്റ്. ആൻഡ് ഈ സ്പ്ലിറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്താ ഇടുക? സ്പ്ലിറ്റിന്റെ ഉള്ളിൽ ഇടേണ്ടത്, അപ്പൊ നമ്മൾ W3 സ്കൂൾസ് പോവുക, പൈത്തൺ സ്പ്ലിറ്റ് മെത്തഡ്. യെസ്, ജസ്റ്റ് നെറ്റിൽ അടിച്ചാൽ മതി പൈത്തൺ സ്പ്ലിറ്റ് മെത്തഡ് W3 സ്കൂൾസ്. അപ്പോൾ ഇതിലിങ്ങനെ വരും, സ്പ്ലിറ്റ് എ സ്ട്രിങ് ഇൻ ടു ലിസ്റ്റ് വെയർ ഈച്ച് വേർഡ് ഇസ് എ ലിസ്റ്റ് ഐറ്റം. സോ ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് യൂസ് ചെയ്യാന്നാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ട്രൈ ടു യുവർ സെൽഫ് അടിക്കുക. അപ്പോൾ ഇതിൽ വെൽക്കം ടു ദ ജംഗിൾ എന്ന ഒരു സെന്റൻസ് അത് ഔട്ട്പുട്ടായി കിട്ടുന്നത് ലിസ്റ്റ് ആയിട്ടാണ്. ലിസ്റ്റ് ആയിട്ട് എങ്ങനെ, ലൈക്ക് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്സും ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്സും ഉണ്ട്. ആൻഡ് ഈ സ്പ്ലിറ്റിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കൂടെ പോകാം. സ്പ്ലിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഈ രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്താ ഇൻപുട്ട് ചെയ്യുക? നമ്മൾ കൊടുക്കുക ഒരു സെപ്പറേറ്റർ ആണ്. സോ ഏത് വാല്യൂ കണ്ടാലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ. സോ നമ്മൾക്ക് ഇപ്പൊ വേണ്ടത് HELLO, പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്പേസ് ആണല്ലോ. സ്പേസ് കണ്ടാൽ സെപ്പറേറ്റ് ചെയ്യണം. സോ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ഒരു സ്പേസ് കൊടുക്കണം. സോ എ എന്ന ഇത് സ്പ്ലിറ്റ് ചെയ്യണം, പക്ഷെ എന്ത് കണ്ടാലും സ്പ്ലിറ്റ് ചെയ്യേണ്ട, ഒരു സ്പേസ് കണ്ടാൽ സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇത് റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നോക്ക്, HELLO വന്നു. ആൻഡ് ഇവിടെ ഇപ്പൊ ഞാൻ ഒന്നും കൊടുത്തില്ല, ഈ സ്പേസ് ബാർ ഇല്ല അവയ്ക്ക്, സ്പേസ് ഇല്ല അവയ്ക്ക്. ആൻഡ് എ ഡോട്ട് സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും വരും. എന്താ വെച്ചാൽ ഡീഫോൾട്ട് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ പൈത്തൺ അസ്യൂം ചെയ്യും ദാറ്റ് ഇത് ജസ്റ്റ് ലൈക്ക് ഇവിടെ ഒരു സ്പേസ് ആണുള്ളത്. പക്ഷെ ഇതിന് പകരം ഞാൻ ഒരു കൊടുത്തു. ഓക്കെ, ആണ് ഞാൻ എൻ്റെ സെപ്പറേറ്റർ കൊടുത്ത് വെച്ചാൽ എന്താ വരിക നോക്കാം. ഈ പ്രിന്റ് ആവില്ല, ഇവിടെ ഇല്ല, പക്ഷെ ബാക്കിയെല്ലാം ഉണ്ട്. കഴിഞ്ഞിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, കഴിഞ്ഞിട്ടുള്ളൊരു സ്പേസ്, ആൻഡ് ഇല്ല,
പിന്നെ അതിന് ശേഷമുള്ള സ്പേസ് എൽ എൽ ഒ. സോ അതാണ് സ്പ്ലിറ്റിന്റെ ഫങ്ഷനാലിറ്റി. സ്പ്ലിറ്റിന്റെ ഫങ്ഷനാലിറ്റി മനസ്സിലായി. ആൻഡ് അൺകമന്റ് ചെയ്യുക. ഈ മാപ്പ് എന്താണ്? മാപ്പ് ഇസ് ജസ്റ്റ് ഈ ഇൻറ്റ് എന്താ ചെയ്യുക അറിയാലോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എന്താണോ ഉടനെ അതിനെ ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്യും. സോ എന്തൊക്കെ ഇൻപുട്ടായിട്ട് നമ്മൾ ഇടുന്നു അതിലൊക്കെ ഈ ഇൻറ്റ് എന്നൊരു ഫങ്ഷൻ അതിന്റെ മുകളിൽ യൂസ് ചെയ്യണം. അത് മാപ്പിന്റെ ജോലിയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. സോ മാപ്പ് അങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ പ്രിന്റ് ടു മീ വാട്ട് LIS. സോ ഈ ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പോകണം. ആൻഡ് റൺ ചെയ്യണു. റണ്ണ് ചെയ്താൽ ഓക്കെ അത് ഇൻപുട്ട് ചോദിക്കണ്ട. അത് കാരണം ഇത് ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കണം. അത് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇട്ടാൽ എൻ്റർ എ ലിസ്റ്റ്. ഓക്കെ ഓക്കെ ലോഡ് ആവണ്ട. കോപ്പി റീഫ്രഷ് ദ പേജ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ ആൻഡ് എൻ്റർ എ ലിസ്റ്റ്. നമുക്ക് 7 8 9 4 6 1 3. ഓക്കെ. സോ എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് എലമെൻ്റ് ആണ് കാട്ടാൻ വേണ്ടി. എന്താ വെച്ചാൽ സ്പ്ലിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ ഒരു സെപ്പറേറ്റർ കൊടുത്തിട്ടില്ല. സോ ഡീഫോൾട്ട് വൈസ് അത് അസ്യൂം ചെയ്യും എവിടെ സ്പേസ് ബാർ കണ്ടു ലൈക്ക് സ്പേസ് കണ്ടു അവിടെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കണ്ടു. അതിനുശേഷം അപ്പം 7 8 9 അങ്ങനെ അതൊക്കെ എലമെന്റ്സ് ഈ LI എന്ന വേരിയബിളിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓൾ റൈറ്റ്. ഓക്കെ റണ്ണ് കൊടുക്കുന്നു. റണ്ണല്ല 4 5 6. ഓക്കെ എൻ്റർ കൊടുക്കണു. സോ സിംഗിൾ കോട്ട്സ് ഇല്ല. ഇതെല്ലാം ഒരു ഇൻറ്റീജറാണ് ഓരോ എലമെന്റ്സും. ഓക്കെ. സോ നമ്മൾ ടേക്കിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഫൈൻഡ് മാക്സിമം ഇൻസൈഡ് ലിസ്റ്റ്. എങ്ങനെ മാക്സിമം കണ്ടുപിടിക്കും? സിമ്പിളായൊരു വഴിയുണ്ട്. എങ്ങനെ മാക്സിമം കണ്ടുപിടിക്കുക വെച്ചാൽ W3 സ്കൂൾസിൻ്റെ പൈത്തൺ ലിസ്റ്റ് മെത്തഡ്സ്. റൈറ്റ് ഇതിലേക്ക് പോവുക. പൈത്തൺ ലിസ്റ്റ് മെത്തഡ്സ് എടുക്കുക. ഓക്കെ. സോ ഇതിലില്ലല്ലേ? അപ്പം അത് ഏതിലുള്ളത്? ഓൾറൈറ്റ് ഇതിപ്പോൾ സെർച്ച് ചെയ്യണില്ല. എനിക്ക് ഓർമ്മയില്ല അത് എവിടെ ഉള്ളത്. പക്ഷെ ജസ്റ്റ് പ്രിന്റ് മാക്സ് പിന്നെ LI കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വരേണ്ടതാണ്. എൻ്റർ ലിസ്റ്റ്. നൈസ്. ഓക്കെ സെൻറ്റർ. ഇതല്ല. വെയിറ്റ് ഇങ്ങനെയല്ല. എൻ്റർ കൊടുക്കണു. 9 വന്നു. ഓൾ റൈറ്റ്. അങ്ങനെ 7 8 9 4 5 6 6 1 ബിഗസ്റ്റ് നമ്പർ 9 ആണ്. ബിക്കോസ് എന്താണോ ലിസ്റ്റ് അതിലത്തെ ഏറ്റവും മാക്സിമം എലമെന്റ് ഫൈൻഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറയും. ഓക്കെ. സോ ഇത് ഒരേ സ്റ്റെപ്പിൽ നടന്നു. ബട്ട് മാക്സ് എലമെന്റ് മാക്സ് ഫങ്ഷൻ അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക സോർട്ടാണ്. സോർട്ട് മീനിങ് ഇപ്പോൾ ഒരു അറേ ഉണ്ട്. let's say 4 8 9 ഇങ്ങനെയാണ് ഒരു അറേ. ഓക്കെ. ഈ ഒരു അറേ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് സോർട്ട് ഉണ്ട്. സോ ചെറുതും വലുതും ചെറുതും. സോ 4 5 8 9 ഇങ്ങനെ ആക്കുക. ഇത് തന്നെ ആകും വെൻ വി യൂസ് സോർട്ട്. കാണിച്ചേക്കാം. സോർട്ടഡ് ആണോ? സോർട്ടഡ് ആണ്. എന്താ വെച്ചാൽ ഇത് യെല്ലോ കളറായി. അപ്പം അതിൻ്റെ അടുത്ത് അതൊരു ഫംഗ്ഷനാണ്. സോ ജസ്റ്റ് സോർട്ട് ചെയ്യുമ്പോൾ വൈറ്റ് ആയിരുന്നു. സോ അതൊരു ഫംഗ്ഷൻ അല്ല. സോർട്ടഡ്. ഓക്കെ. സോ പ്രിന്റ് കൊടുക്കണു നമ്മൾ. ഓക്കെ റൺ എൻ്റർ ലിസ്റ്റ് 7. ഓക്കെ എൻ്റർ കൊടുക്കുകയാണ്. എൻ്റർ കൊടുക്കുമ്പോൾ സോർട്ടഡ് ആയിട്ട് വന്നു. 1 4 5 6 7 8 9 സോർട്ടഡ് ആയിട്ട് വന്നു. ബട്ട് നമുക്ക് വേണ്ടത് മാക്സിമം ലൈക്ക് എലമെന്റ് ആണ്. എന്തായാലും ഇതിന്റെ ലാസ്റ്റ് എലമെന്റ് ആവുമല്ലോ മാക്സിമം എലമെന്റ്. സോ എന്താണോ സോർട്ട് ചെയ്യണത്
അതിൻ്റെ ലാസ്റ്റ് എലമെന്റ് വിച്ച് ഈസ് നമുക്ക് ഇത് വേറൊരു വേരിയബിളിലേക്ക് ആക്കാം. നമുക്ക് സോർട്ടഡ് ലിസ്റ്റ് LI. സോ സോർട്ടഡ് LI എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി. അതിൽ സോർട്ടഡ് ഇസ് ഈക്വൽ ടു സോർട്ടഡ് എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ ലിസ്റ്റ് ഇട്ടു LI. അപ്പോൾ അത് ഈ ഒരു ഫംഗ്ഷനൊക്കെ ലൈക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി അതിൽ അപ്ലൈ ആവും. പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ പ്രിന്റ് ഔട്ട് ദ മാക്സിമം. സോ മാക്സിമം പറയണത് ഒരു സോർട്ടഡ് അറേയിൽ മാക്സിമം വാല്യൂ എന്തായാലും ലാസ്റ്റ് എലമെന്റ് ആണല്ലോ. സോ ഈ 4895 സോർട്ട് ചെയ്തു 4589 ആയി. മാക്സിമം എലമെന്റ് ലാസ്റ്റ് എലമെന്റ് ആണ് എപ്പോഴും. അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ലാസ്റ്റ് എലമെന്റ് ആണ്. സോ എങ്ങനെ സോർട്ടഡ് ഈ ഒരു ലിസ്റ്റിന്റെ ലാസ്റ്റ് എലമെന്റ് കിട്ടണം? ലാസ്റ്റ് എലമെന്റ് ഓർ അതിന്റെ ഇൻഡൈസ് എന്നാണ് പറയുക. സോ ഓരോ അറേയിൽ ഇപ്പോൾ ഈ ഒരു അറേ 4589, ഓക്കെ, ഈ 4589ന്റെ ഓരോ ഇൻഡൈസസ് എന്ന് പറയുമ്പോൾ പൊസിഷൻസ് ആണ് ഇൻഡൈസസ്. സോ 4ന്റെ പൊസിഷൻ ഇസ് ജസ്റ്റ് 0. പിന്നെ 5ന്റെ പൊസിഷൻ 1 ആണ്. അങ്ങനെ 8ന്റെ പൊസിഷൻ 2, പിന്നെ 9ന്റെ പൊസിഷൻ 3. എപ്പോഴും എല്ലാ അറേയും അല്ലെങ്കിൽ ലിസ്റ്റ് എപ്പോഴും 0 ബേസ്ഡ് ഇൻഡെക്സിങ് ആവും. എപ്പോഴും തുടക്കം 0 എന്നാവും. പിന്നെ ഓരോന്നും ഇങ്ങനെ കൂടി പോകുന്തോറും ഇപ്പോൾ അങ്ങനെ കൂടും. ഓക്കെ, സോ എന്തുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു? ലെങ്ത് ഇത് -1. ലാസ്റ്റ് എലമെന്റിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡൈസ് എത്രയാണ്? 0, 1 ശേഷം 2 ശേഷം 3 ആണ് 9ന്റെ ഇൻഡെക്സ് അല്ലേ? 3 ആണ് 9ന്റെ ഇൻഡെക്സ്. സോ ടോട്ടൽ ലെങ്ത് എത്ര ഈ ലിസ്റ്റിന്റെ? 1 2 3 4 4 എലമെന്റ്സ്. 4 ആണ് ലെങ്ത് ഇസ് ഈക്വൽ ടു 4. ബട്ട് ലാസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് എത്രയാണ്? 3 ആണ്. സോ നമുക്ക് മനസ്സിലായി ദാറ്റ് എന്താണോ ലെങ്ത് അതിൻ്റെ ഒരു -1 ചെയ്താൽ ലാസ്റ്റ് എലമെന്റിൽ ഇൻഡെക്സ് കിട്ടി. സോ അതേ സംഭവം ജസ്റ്റ് കോഡ് ലാംഗ്വേജിലേക്ക് ആക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കോഡ്. ഓക്കെ, ഈ എന്താണോ ലിസ്റ്റ് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് ഈ LEN, ഇൻബിൽഡ് ഫംഗ്ഷനാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിന്നൊരു -1 ചെയ്താൽ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് കിട്ടി. ആ ഇൻഡെക്സ് നമ്മൾ ഇതിന്ന് എടുക്കണം, സോർട്ടഡ് LIന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ഈ എടുക്കാനുള്ള ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ജസ്റ്റ് എന്താണോ ലിസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും എലമെന്റ് എടുക്കണമെങ്കിൽ ആ ഒരു ഇൻഡെക്സ് ടൈപ്പ് ചെയ്യണം. ഇൻഡെക്സ് ടൈപ്പ് ചെയ്താൽ പിന്നാലെ അതിപ്പോ ഏതെങ്കിലും ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുക, പിന്നെ അത് പ്രിന്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റ് പെർട്ടിക്കുലർ ആയിട്ട് ഒരു ലിസ്റ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇതാണ് സിൻടാക്സ്. സോ സോർട്ടഡ് LI അതിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഇവിടെ ഒരു ക്ലോസ് ബ്രാക്കറ്റും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ട് അത് -1 ചെയ്താൽ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് കിട്ടി. അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. സോ എന്താ നടക്കുക? സോ എൻറ്റർ ലിസ്റ്റ്. ഇപ്പോൾ എന്താ റൺ ആയത്? ഈ ഇൻപുട്ട് ആണ് റൺ ആയത്. എൻറ്റർ ലിസ്റ്റ് 7 8 9 5 6. ഓക്കെ, സോ ഞാൻ കീബോർഡിൽ എൻറ്റർ എൻറ്റർ 9. ഇതിലെ ഏറ്റവും വലിയ എലമെന്റ് ഏതാ? 9. ഓക്കെ, അത്രേ ഉള്ളൂ.